ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ആ ഒരു വീക്ക് കംപ്ലീറ്റ് ആകാത്ത പോലെയാണ് ഫീൽ ആകുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും അതുപോലെ തന്നെ നമുക്ക് സൺ ടാൻ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാനും സഹായിക്കുന്നതാണ്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ പ്രോബ്ലത്തിനും കൂടെയായിട്ട് വേറെ വേറെ ഫേസ് പാക്ക് ഒന്നും ഇടാൻ പറ്റില്ല, ഏതെങ്കിലും ഒരൊറ്റ ഫേസ് പാക്ക് ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു ഒറ്റ ഫേസ് പാക്ക് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇത് ആഴ്ചയിൽ ഒരിക്കലോ 2 തവണയോ നിങ്ങളുടെ സൗകര്യം പോലെ യൂസ് ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതോടൊപ്പം എല്ലാവരും തന്നെ എൻ്റെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അതുപോലെ തന്നെ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നത്, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടു നോക്കുക. ആദ്യം തന്നെ ഞാൻ നമ്മുടെ പാക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു ബൗൾ വേണം. ആ ബൗളിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ കുറച്ച് ഇനഫ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം എനിക്ക് കഴുത്തിലൊക്കെ ഇടാനുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ കഴുത്തും ഫേസും നമ്മൾ വേറെ വേറെ കളറായി പോകത്തില്ലേ. എല്ലാവരും അതുപോലെ നമ്മുടെ മുഖത്തിടുന്ന പാക്കൊക്കെ തന്നെ കഴുത്തിലും യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മാച്ചിങ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മുഖം മാത്രം നല്ല നിറം വെച്ചിട്ട് കഴുത്ത് കുറച്ച് ഡള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവാതിരിക്കാൻ കഴുത്തിലും മുഖത്തും കൃത്യമായിട്ട് പാക്ക് യൂസ് ചെയ്യുക. അരിപ്പൊടി ഞാനിവിടെ ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് ഏത് മഞ്ഞളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മഞ്ഞൾ മേടിച്ച് ഉണക്കി പൊടിച്ചൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതാണ് ദ ബെസ്റ്റ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി കൂടി മഞ്ഞൾ ആവശ്യമായിട്ട് തോന്നിയുണ്ട്. ഞാൻ ഇച്ചിരി കൂടി മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന പാക്കാണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് എളുപ്പത്തിലെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എടുത്ത് മിക്സ് ചെയ്യുന്നതും ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് പാക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തൈരാണ്. തൈര് നിങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അലോവേര ജെല്ലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ തൈര് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ സൺ ടാൻ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി തൈര് യൂസ് ചെയ്യുന്നത്. ഈവൻ എൻ്റെത് ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ തൈര് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാര്യം സ്കിന്നിന് അത്രമാത്രം നല്ലതാണ്. ഒരുപാട് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കരുത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കൂടുതൽ പേരും എല്ലാ ദിവസവും പാക്ക് യൂസ് ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആണെങ്കിൽ തൈര് യൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡായിട്ട് ക്ലിയർ സ്കിൻ കിട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ വെയിലിട്ടിട്ടുള്ള കരിവാളിപ്പുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടിയും അതോടൊപ്പം നമ്മൾ മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേസ് പാക്കിൽ. അത് നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആകാനായിട്ട് സഹായിക്കും. സ്കിൻ ഒന്ന് ലൈറ്റൻ ആവാനും ഒന്ന് നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഡൾ സെൽസ് ഒക്കെ മാറ്റിയിട്ട് പുതിയ സെൽസ് വരും. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഗ്ലോ കിട്ടും. ഞാനിപ്പോൾ ആവശ്യത്തിന് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം വേണം നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു അരിപ്പൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കുതിർന്ന് നല്ല അടിപൊളിയായിട്ട് മിക്സായി വരണം. തൈരും അരിപ്പൊടിയും മഞ്ഞളും കൂടെ നന്നായിട്ട് കൂട്ടാവണം. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വളരെയധികം എളുപ്പവുമായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കിന്നിൽ നന്നായിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്കിന്നിൽ ഇത് നന്നായിട്ട് പിടിക്കും. അല്ല നമ്മൾ തിന്നായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. കാര്യം നമ്മളൊരു 10-15 മിനിറ്റ് വെച്ചേക്കുമ്പോൾ അത്രയും നേരം ഇച്ചിരി നനവോടെ ഇരുന്ന് നമ്മുടെ സ്കിന്നിൽ അതൊക്കെ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. വളരെ തിന്നാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പിന്നെ അത് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ കൂടെ വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ നമ്മുടെ സ്കിൻ ഫുള്ളി ഡ്രൈ ആയി പോകും. അതുകൊണ്ട് തന്നെ കുറച്ച്
തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറേ നേരം അത് നല്ല നനവോടെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് സ്കിന്നിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് അത് നന്നായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഭാഗത്ത് തിന്നായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ അവിടെയൊന്നും നിങ്ങളിതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ആ ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ്ലി നമുക്ക് ഫേസിലോട്ടും നെക്കിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ കഴുത്തുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നെക്കിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓവർ എ പീരീഡ് ഓഫ് ടൈം ശരിക്കും പറഞ്ഞാൽ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അത്രമാത്രം അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് നിറം വയ്ക്കാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും യങ് ഗ്ലോ തരാനും ഈവൻ ആൻറ്റി ഏജിങ്ങിന് പോലും ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്രമാത്രം അടിപൊളിയാണ്. കാര്യം നമ്മളിതിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. അരിപ്പൊടി ആൻറ്റി ഏജിങ്ങിന് ബെസ്റ്റാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക്. ഇതൊരു 15 മിനിറ്റ് നിങ്ങളിങ്ങനെ തന്നെ വെച്ചേക്കുക. ആ 15 മിനിറ്റ് വരെ നിങ്ങളുടെ ഫേസ് പാക്ക് ഡ്രൈ ആവരുത്. ഇനി അഥവാ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുക്കുക. വെള്ളം നനച്ചു കൊടുത്തിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക 15 മിനിറ്റ് ആകുന്നത് വരെ. അങ്ങനെ ടോട്ടലി 15 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നിറയെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. നോക്കിക്കോണം, എവിടെയെങ്കിലും ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ടോട്ടലി ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കാം. വാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരച്ചൊരച്ച് വാഷ് ചെയ്യരുത്. വെറുതെ വെള്ളം തളിച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ തന്നെ വാഷ് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നിങ്ങളിങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. അത് ഡെഡ് സെൽസ് ഒക്കെ മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഒന്ന് സ്ക്രബ് കൊടുത്ത് വാഷ് ചെയ്യേണ്ട ടൈം എപ്പോഴാണെന്ന്. ആ ഒരു സമയത്ത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം നിങ്ങളങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി. റെഗുലറായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് റാഷസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതൊന്ന് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. ചുവന്ന പാടൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഗുണങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഓവറായിട്ട് ഒന്നും ചെയ്ത് പണി വാങ്ങിച്ച് വെക്കരുത്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഈ കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. ആദ്യമായിട്ട് കാണുന്നവരോ തുടക്കക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി ഇങ്ങനെ വിടരുത്. നമ്മൾ ഉറപ്പായിട്ടും സ്കിൻ കെയർ ബാക്കിയും കൂടെ ഫിനിഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ടോണറാണ്. ഇഷ്ടമുള്ള ടോണർ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാവുന്നതാണ്. രാത്രി സമയത്ത് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം നമ്മളിതിൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു യെല്ലോ ടിൻ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് രാത്രിയാകുമ്പോൾ കുഴപ്പമില്ല. പകലാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകാനുള്ളതല്ലേ. ഇനി നിങ്ങൾ പകൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വെയിലത്ത് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം സൺസ്ക്രീനും കൂടി ഇട്ടിട്ട് വേണം പുറത്ത് പോകാനായിട്ട്. അതിപ്പോൾ നിങ്ങൾ എങ്ങനെ ഈവൻ ഈ ഒരു പാക്ക് ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും രാവിലെയൊക്കെ നല്ല വെയിൽ കൊള്ളാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന സമയമൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ടാറ്റാ.